ശ്രീ കെ ടി ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ സി മൊയ്തീൻ. തിരികെ എത്തിയ പ്രവാസികൾക്കായി അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ നോർക്ക റൂട്ട്സിൻ്റെ പദ്ധതി അങ്ങോട്ട് വിശദീകരിക്കുകയുണ്ടായി. NDPREM എന്നുള്ള പദ്ധതി. ഇതിൻ്റെ ഭാഗമായി സംരംഭങ്ങൾ ആരംഭിച്ചവരുടെ ആ സംരംഭങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമോ, അതിനെക്കുറിച്ചുള്ള വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ? സാമ്പത്തികമായി ബാങ്കുകൾ തുടർന്ന് വർക്കിംഗ് ക്യാപിറ്റൽ നൽകുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് സാർ അവർ അഭിമുഖീകരിക്കുന്നത്. അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. സർ, ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഇപ്പോൾ NDPREM അതിൽ സംരംഭങ്ങൾ തുടങ്ങാനായി 30 ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് 15% മൂലധന സബ്സിഡി, പരമാവധി 3 ലക്ഷം വരെ 4 വർഷത്തേക്കാണ്. 3% പലിശ സബ്സിഡിയും ഈ പദ്ധതി മുഖേന നൽകുന്നുണ്ട്. 19 ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളുടെ സംസ്ഥാനത്തെ 7000-ലധികം ശാഖകൾ വഴി സേവനം ലഭിക്കുമെന്നാണ് പ്രത്യേകത. സർ, ഇവിടെ 2016 ഏപ്രിൽ മുതൽ 2021 വരെ എടുത്താൽ 6151-ലധികം സംരംഭങ്ങളും 2021 ഏപ്രിൽ മുതൽ 2025 മാർച്ച് 10 വരെ 4375 അധികം പ്രവാസി സംരംഭങ്ങളും, അങ്ങനെ ആകെ 10526 പ്രവാസി സംരംഭങ്ങൾക്ക് ഈ പദ്ധതി വഴി NDPREM പദ്ധതി വഴി ആരംഭിക്കാനായിട്ടുണ്ട്. ഇതിലൂടെ മൂലധന സബ്സിഡി ഇനത്തിൽ 90,31,00,000 രൂപയും പലിശ സബ്സിഡി ഇനത്തിൽ 16,06,00,000 രൂപയും വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം സബ്സിഡിയായി നൽകിയ തുക 106,38,00,000 രൂപയാണ്.